Hai Ori. Hai Ori. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദ് ഡേ 2 വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച് നമ്മളെ ഫാമിലീസിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാമെന്ന്, അതായത് ആപ്പാപ്പാൻ്റെ വീട്ടിലും അമ്മായിൻ്റെ വീട്ടിലും ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മൾ പാലം കയറി വന്ന് കൂട്ടായി വൈക്ക് പോകാനാണ് സുഖം. ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടി പോകാൻ വളരെ സുഖമാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് വരുമ്പോൾ പാലത്തിൻ്റെ അപ്പുറത്ത് എത്തിയപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഇപ്പം ഇങ്ങനെ എത്തി പളി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് മാലിക്കുമോനെ അവിടേക്ക് ടാറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഉപ്പാക്ക്. പാ വിളിച്ചിട്ട് ഉപ്പാനെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം അമ്മായിൻ്റെ വീട്ടിൽ പോകണം, അവിടെ നിന്ന് ആപ്പാപ്പാൻ്റെ വീട്ടിൽ പോകണം, അവിടെ നിന്ന് മൂത്താപ്പാൻ്റെ വീട്ടിൽ പോകണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ആദ്യം ആപ്പാപ്പാൻ്റെ വീട്ടിൽ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ എളിയമ്മയുടെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു നമ്മളെ കാത്തിരിക്കുന്നത് പോലെ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ല നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് കാത്തിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളെ ആപ്പാൻ്റെ വീട്ടിൽ വന്നാൽ എപ്പോഴും പോസ് ചെയ്യുന്ന ഒരു സ്ഥിരം ഫ്രെയിമാണ് കേട്ടത്. ഇതിങ്ങനെ റൗണ്ടിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കും. ഇവനായിട്ട് ചെറുപ്പത്തിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നു. അതെല്ലാവരും പറയും നല്ല ലുക്കാണ് കാണാൻ. അപ്പോൾ നമ്മളെപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ചുമ്മാ മോനൂസിനെയും കളിപ്പിച്ചിരിക്കുക. അപ്പോൾ മോനൂസ് ഉമ്മ പോയ തക്കത്തിന് ഉമ്മാൻ്റെ കണ്ണടൊക്കെ എടുത്ത് കളിക്കാൻ കേട്ടോ. ഉമ്മാൻ്റെ കണ്ണടയാണെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, മറ്റേ ലെൻസും സാധനങ്ങളൊക്കെ ഉള്ള കണ്ണട, അതങ്ങനെ ഇടാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ അവൻ ജസ്റ്റ് എന്നിട്ട് കളിച്ച് അപ്പോഴേക്കിനും ഞാൻ വാങ്ങിയിട്ടാ. അങ്ങനെ അവന് ടേബിൾ മോനുകയാണെങ്കിൽ കുരുത്തൊക്കെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും വെള്ളം കൊടുത്താലാണെങ്കിൽ അത് പറ്റൂല, കുടിക്കൂല. അങ്ങനെയൊക്കെ ഒരു വിധത്തിലൊക്കെ കൊടുത്തൊക്കെ ഇഷ്ടമാക്കണേ. ഇല്ല, ഇഷ്ടമായിട്ടില്ല. ഏത് ഭാവുകമാണ് നിങ്ങൾക്ക് ആ മുഖത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കുടിക്കും, കുറച്ച് കുടിക്കൂല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുക, കാണിക്കുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. പിന്നെ ചിപ്സും മിച്ചറും എത്തി. നമുക്ക് പല്ലിന് ഇച്ചിരി ഒരു കപ്പുള്ളത് കാരണം അതെടുക്കാൻ ഇച്ചിരി ഒരു പ്രയാസമായിരുന്നു. എന്നാലും ഞാൻ ഒരു സൈഡോണ്ട് തട്ടിക്കൂട്ടി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മോനൂസാണെങ്കിൽ ചിപ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ചിപ്സ് തിന്നുമ്പോൾ അവനിങ്ങനെ ഓരോന്ന് ആക്ഷൻ കാണിക്കുക. അധികം സംസാരമൊന്നും തുടങ്ങിയിട്ടില്ല ആൾ. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു തരുന്നത്, അങ്ങനെ അതെടുക്കാണ് ഇതെടുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ എളിയമ്മ ചെറുപയർ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒരു തരി കുടിച്ചു ടേസ്റ്റ് നോക്കി ഞാൻ. അങ്ങനെ ഞങ്ങൾ എന്നാൽ പോവാണ്, ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് പോരുമ്പോഴാണ് ആപ്പാപ്പാൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ കൈതച്ചക്ക ഉണ്ടായിരിക്കണത് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേണ്ടോ ഒരു കൈതച്ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എൻ്റെ ഒരു വീഡിയോ എന്ന് അറിയുന്നു. അങ്ങനെ ആപ്പാൻ്റെ പോത്താണ് കേട്ടോ, അത് പോത്താളാണ്. അത് ആപ്പാപ്പാൻ്റെ പോത്തുകൾക്ക് ഫുഡ് കൊടുക്കായിരുന്നു, പുല്ല് കൊടുക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറേ കഥയൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ പുല്ല് പറിക്കാനൊക്കെ പോയത്. അപ്പോഴൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായി ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങളുണ്ട് പോരുന്ന വയ്ക്കട. ഇവിടെ ഈ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട് തോന്നുന്നു, പൈനാപ്പിൾ ഇങ്ങനെ വരമ്പിന് അവരാരെ വെയിലിക്കരികിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ട് ടൈമിലൊക്കെ കാഴ്ചയും ചെയ്തിരിക്കണം. അപ്പോൾ എനിക്ക് എന്തോ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളിവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മോനൂസിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല, ഓൻ ഇച്ചിരി കുറുമ്പിലാണെന്ന്. ഓൻ എടുക്കണം, അതും ഞാൻ തന്നെ എടുക്കണം, നടക്കൂല. പാവിൻ്റെ കുട്ടിയൊന്ന് വീണു. സേയാനെ മണ്ട് പോരിമ്മ, മണ്ട് വാ, ഇമ്മണ്ട് പോരി. ഓരോ കുറുമ്പ് കാണാനാണ്. എന്ത് ചെയ്യാനാ? വാ, അനിയന്മാരെപ്പോഴും പറയും ഞങ്ങളെ കൂടെയൊക്കെ നടക്കുമല്ലോ, നിങ്ങളെ കൂടെ മാത്രം എന്താ നടക്കാത്തത്, നിങ്ങൾ പുന്നാരം കൊഞ്ചിച്ചിട്ടാണ് എന്നൊക്കെ പറയട്ടെ. പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് നടത്തി വെക്കാൻ ശ്രമിക്കും. വണ്ടിയൊക്കെ പോണ റോഡാണ് ടാർ റോഡ്. പക്ഷെ എന്താ ചെയ്യുക, അവൻ നടക്കണില്ല.
അവനക്ക് എടുക്കണം. എന്നിട്ട് നല്ല രസമാണ്, എൻ്റെ മേത്ത് കിടന്ന് ഉരുണ്ട് കളിക്കും, ഞാൻ എടുക്കോളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അമ്മാനോട് എടുക്കണ്ട പറഞ്ഞ, അമ്മ എടുത്താൽ പറ്റൂല, ഞാൻ തന്നെ എടുക്കണം, വാശ ചില സമയത്ത് ഇട്ടാ. കുരുത്തക്കേടിൻ്റെ അങ്ങേ അറ്റാണ് കുരുത്തക്കേട്. അങ്ങനെ നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടുക്കള ഉണ്ടായിരുന്നു, അവിടെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്നതൊക്കെ. അങ്ങനെ ഉമ്മ ചുമ്മാ ഒന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ ഉണ്ടാ പഴം 2 പഴുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്മായി. എൻ്റെ അമ്മായിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെപ്പോലെ ഫീൽ ചെയ്തോ ഗൈസ്? അല്ല സോറി, അമ്മായിനെ പോലെ എന്നെ കണ്ടിട്ട് ഫീൽ ചെയ്തോ നിങ്ങൾക്ക്? എല്ലാവരും പറയും ഞാൻ ഈ അമ്മായിൻ്റെ മോളാണ്, ഈ അമ്മായിൻ്റെ മോളാണെന്ന്. അപ്പോൾ സംഗതി ഇപ്പം എന്താണെന്നറിയോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്ത് സംഭവം എന്ന്. അമ്മായിൻ്റെ അടുത്ത് വന്നപ്പോൾ അമ്മായി പറഞ്ഞ് ചെറിയ അമ്മായിൻ്റെ അടുക്ക് പോകാൻ അമ്മായിക്കൊരു പൂതി. അപ്പോൾ അമ്മായി പറഞ്ഞു നിങ്ങൾ വന്നാൽ നിങ്ങളിൻ്റെ കൂടെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായി പറഞ്ഞതല്ലേ ഒരു പൂതി എന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്നോളാം പറഞ്ഞു. ഞങ്ങളെ കൂടെ കുഞ്ഞിമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിമാനെ കാണിക്കണ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിമാനെ കാണിക്കാഞ്ഞത്. അപ്പോൾ അമ്മായി പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ചെറിയ അമ്മായിൻ്റെ വീട്ടിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോഴത്തേന് എളിയമ്മ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അമ്മായിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മായി എളിയമ്മ പോവുകയാണ് കേട്ടോ. പോകുമ്പോഴാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. എളിയമ്മാൻ്റെ വീട് ഇവിടെ ഏകദേശം എടുത്താണ്. അപ്പോൾ എളിയമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന് കഴിഞ്ഞപ്പോൾ ഫൗസിയാത്ത നമുക്ക് വെള്ളം കലക്കിയതൊക്കെ തന്നിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളം കലക്കിയതൊക്കെ കുടിച്ചു. നമ്മൾ എവിടെ പോകുമ്പോഴും സ്വമേധയാ മോൻക്കൊരു കൂട്ടു ഡ്രസ്സോ 2 കൂട്ടു ഡ്രസ്സോ കയ്യിൽ കരുതണതാണ് എപ്പോഴും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഓട്ടോയിൽ പോവുക, ഓട്ടോയിൽ തിരിച്ചു വരാം. അപ്പോൾ ഡ്രസ്സ് വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഡ്രസ്സൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പം മോനുസിന് ഡ്രസ്സില്ലായിരുന്നു. പിന്നെ ഹൗസ് കുഞ്ഞിമ്മ ഉണ്ടായിരുന്നല്ലോ, ഹൗസും ഉണ്ടായിരുന്നത്. അപ്പോൾ ഹൗസ് പറഞ്ഞ എൻ്റെ അവിടെ മറ്റേ കുഞ്ഞിമാൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിമാൻ്റെ വീട്ടിൽ പോയി നിന്നോളാം, നിങ്ങൾ ഇവിടെ നിന്നോളി അമ്മായി പറഞ്ഞതല്ലേ. അങ്ങനെ കുഞ്ഞിപ്പാനെ പറഞ്ഞയച്ചു ഞങ്ങളെ വീട്ടിലേക്ക്. ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും മോനൂസിന് ഡ്രസ്സ് എടുക്കാനും എനിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ കുഞ്ഞിപ്പാനെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടാ. കുഞ്ഞിപ്പാൻ്റെ അടുത്ത് ബൈക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പയും ബേബുവും നാച്ചും കൂടിയാണ് വന്നത് ഞങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ടുതരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഡ്രസ്സ് കണ്ടെന്നു. അങ്ങനെ നാച്ചും ബേബു ഇവിടെ എത്തി. ഞങ്ങൾ എവിടെ പോയാലും നാച്ചും ബേബു ഞങ്ങളെ കൂടെ ഉണ്ടാവുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവരെ കുറുമ്പായിരുന്നു കേട്ടോ. വരുമ്പോൾ ലേസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേസൊക്കെ തല്ല് പിടിച്ചു. അങ്ങനെ പിന്നെ അവർ പോകുമ്പോൾ അവർ കുഞ്ഞിമാനെയും കൊണ്ടുപോയി. അങ്ങനെ കുഞ്ഞിമ്മ അവരുടെ കൂട്ടത്തിൽ പോയി. കുഞ്ഞിമ്മ സീനുമ്മാൻ്റെ വീട്ടിലാണ് നിന്നത് കേട്ടോ. ഞാനും ഉമ്മയും മോനുസും ഇവിടെ നിന്ന്. എൻ്റെ കുഞ്ഞിപ്പാനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ, ഇതാണ് കൈസ് എൻ്റെ കുഞ്ഞിപ്പ. പാവം അവിടെ നിന്ന് പോയി വെട്ടത്ത് വരെ പോയി ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്ന് തന്നേ ഞങ്ങൾക്ക്. നല്ല കുട്ടിയാണ്, പറഞ്ഞതൊക്കെ കേൾക്കും. അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ. പിന്നെ ഞാനും ഇവിടെ ഫൗസിയാത്താനെ അമ്മായിനെ ഒന്നും കാണിക്കാത്തത് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഇഷ്ടമുള്ളവരെ കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുഞ്ഞിമാനായാലും കുഞ്ഞിമാക്കും ഇഷ്ടമല്ല കുഞ്ഞിമാനെ കാണിക്കുന്നത്. പിന്നെ ഷെയ്ക്കമോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിനും ഷെയ്ക്കമോളെ കാണിക്കുന്നത്. പക്ഷേ ഷെയ്ക്കമോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പെരുന്നാളല്ലായിരുന്നു പോയിരുന്ന്. അങ്ങനെ ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ. ഇത് ഡേ 3 ആണ്. 3 നമുക്ക് വേറെ ഒരു പ്ലാനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചായയും കുടിച്ച് വേഗം പോവാനുള്ള പ്രിപ്പറേഷനിലാണ്. കാരണം നമ്മളെ ഫ്രണ്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ പോവാന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ക്കമോൾ വന്നപ്പോൾ ലേസും ഐസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മോനൂസിന്. അപ്പോൾ അതൊക്കെ അവൻ തിന്നാണ്. ഇത് എൻ്റെ വേറൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ 2-3-4 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഓരോ പെരുന്നാൾക്ക് ഓരോ ഡ്രസ്സ് ഇട്ടോട്ടെ കുട്ടി, അതല്ലേ രസം. ഇപ്പം കാണുന്നുണ്ടെങ്കിൽ ഈ കുറുമ്പും ഞാൻ അവനെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറുമ്പാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വരുമ്പോൾ തന്നെ മൂത്താപ്പാൻ്റെ വീട്ടിൽ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇക്കാക്കട വെയ്യാണ്ട് കിടക്കുകയാണ് എന്ന് കുറേ ആയി വെയ്യാണ്ട് കിടക്കൽ തുടങ്ങിയിട്ട് നമ്മളറിയാൻ നേരം വൈകി. അതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും പോണ വഴിക്ക് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോവാം, ഏതായാലും അവിടെയും വിചാരിച്ചതല്ലേന്ന്. അപ്പോൾ മേലത്തേയിലാണ് കേട്ടോ അവർ താമസിക്കുന്നത്. അത് നമ്മൾ പോയപ്പോൾ അവിടെ താത്തയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കൂടെ കളിക്കലും അവരെ എറിഞ്ഞ് കളിക്കുക, അവരായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു മാലിക്കിട്ട. അവരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ. പിന്നെ നമ്മൾ ഇക്കാക്കാടെ കിടക്കുന്ന. അപ്പോൾ ഇക്കാക്കാൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. പിന്നെ മൂത്തമ്മ ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് പെരുന്നാളും 2ാമത്തെ പെരുന്നാളും 3ാമത്തെ പെരുന്നാളും ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. മറ്റേത് ഉമ്മാൻ്റെ വീട്ടിൽ പോവുക വരിക പെരുന്നാൾ കഴിഞ്ഞ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ 1ാം പെരുന്നാൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ച് 2ാം പെരുന്നാൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ
ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. 3-ാം പെരുന്നാൾ, അതായത് 3-ാമത്തെ ദിവസം നമുക്ക് ഓരോ പരിപാടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെച്ചിട്ടാണ് ഫ്രണ്ട് വിളിച്ചത്, നമുക്കിങ്ങനെ ഇന്ന് പോയാലോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, വീട്ടിലുണ്ടോ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഇക്കാക്ക അറിഞ്ഞു, എന്നാൽ ഏതായാലും ആയില്ലേ. ഇതാണ് എൻ്റെ ഇക്കാക്ക, എൻ്റെ ബ്രദർ. ഇതാണ് ഇക്കാക്ക് വയ്യായിരുന്നു, കാലിന് വയ്യാഞ്ഞിട്ട് കെടുപ്പായിരുന്നു ഇക്കാക്ക. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ട് ഇക്കാക്ക് ഓക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഇക്കാക്ക പറഞ്ഞു ഞാൻ കൊണ്ടാക്കി തരാം, നിങ്ങളെ വീട്ടിലേക്ക് പോരിന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക കൊണ്ടാക്കി തന്നെ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഈദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു. നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 1ഉം 2ഉം ഈദൊക്കെ കഴിഞ്ഞു പോണത്. ഭയങ്കര 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 ഹാപ്പി. ഉച്ച ആകുമ്പോഴേക്കിനും ഫ്രണ്ട് വരും. അവൾ വരുമ്പോഴേക്കിനും വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ച് അവളെ കൂടെ പോകാനുള്ള പ്രിപ്പറേഷനിൽ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാട്ടോ. ഒട്ടും വൈകിക്കാണ്ട് നാളെ തന്നെ വീഡിയോ ഇടാൻ, നെക്സ്റ്റ് പാർട്ട്, അതായത് 3-ാം പെരുന്നാൾ. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.